പിന്നെ ഞാൻ ഈ മിന്നൽ പരിശോധന കഴിഞ്ഞ് ഇപ്പൊ തന്നെ പോകും. അതിന്റെ ഉള്ളിൽ ഇവിടെ വന്ന യാത്രക്കാർക്കോ ജോലിക്കാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം, ഇവിടെ വെച്ച് തീർത്താക്കാം. ഇവിടെ ആർക്കും ഒരു പരാതി അല്ല ഞാൻ മിന്നിച്ചോട്ടെ. എനിക്കൊരു പരാതിയുണ്ട്. പറഞ്ഞിട്ട് കൂടെ നിന്ന് പരാതി പറഞ്ഞോളാം. എന്താ പരിപാടി? സാറേ, അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? ആരാ പറഞ്ഞത് അത്യാവശ്യത്തിന് വണ്ടിയില്ലാന്ന്? 2 ഇന്നോവ, 3 ഡസ്റ്റർ, 4 സ്വിഫ്റ്റ്, പോരാത്തതിന് ഒരു താറും. ആരുടെ അത്യാവശ്യത്തിന്? എന്റെ അത്യാവശ്യത്തിന് വീട്ടിൽ കിടപ്പുണ്ട്. അതല്ല, ഞങ്ങളുടെ അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ EMI വഴി ഒരു വണ്ടി എടുക്ക്. അതല്ല പറഞ്ഞ, യാത്രക്കാർക്ക് അത്യാവശ്യത്തിന് പോകാനായിട്ട് ബസ്സില്ല ഇവിടെ. അയ്യോ, ആരാ ഈ അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി? യാത്രക്കാരിയാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 7.5 കോടിയുടെ ഒരു വണ്ടി ഞാൻ പരിചയപ്പെടുത്തിയില്ലേ? 7.5 കോടി ഇച്ചിരി കടുപ്പാ. 7 കോടി കടുപ്പാണ്. വാങ്ങിച്ചപ്പോ 1.5 കോടി ആയുള്ളു. പിന്നെ നവീകരണത്തിന് വേണ്ടി കോടികൾ കൊടുക്കില്ലേ? 2.5 കോടി. എന്ത് നവീകരണം ചെയ്തത്? അതിന്റെ സൈഡിൽ ഗ്ലാസിന്റെ അവിടെ ഇരുന്ന കർട്ടൻ ഇല്ലേ? കർട്ടൻ. അതിന് തന്നെ ലക്ഷങ്ങളുടെ വിലയില്ലേ? എന്താ കർട്ടന്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കർട്ടൻ അടച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റും. അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാലോ? പിന്നെ കാണത്തേ ഇല്ലല്ല. എന്തെങ്കിലും കാണണമെങ്കിലോ ആ തുണി മാറ്റി നോക്കിയാൽ മതി. അതാണ് ലക്ഷങ്ങളുടെ കർട്ടൻ. പിന്നെ അത് മാത്രോ, ചരടിനാണ് ഏറ്റവും വലിയ ഇത് വന്നത്. ചരടടിക്കൂലേ, അതിനാണ് കോടിക്കണക്കിന് രൂപ വന്നത്. ചരടിന് കോടി. അതെന്തു ചരടാ സാറേ? നമ്മൾ ഈ ബസ്സൊക്കെ മേടിക്കുന്നതിന് എന്തൊക്കെ ചരട് വലിച്ചിട്ട് വേണം ഇതൊക്കെ നടത്താനായിട്ട്. അതിന് വേണ്ടിയിട്ട് കോടികൾ മുടങ്ങിയിട്ടുണ്ട്. ചരട് വലിക്കാനാണ് കോടികളായത്. പിന്നെ ടിവി എന്ന് പറഞ്ഞ ഭയങ്കര പ്രത്യേകത. പ്രത്യേകത അത് ഓണാക്കിയാലേ കാണാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീൻ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേയറി ഉണ്ട്, അങ്ങനെ മാടക്കടയുണ്ട്. അങ്ങനെ എല്ലാരും കൂടി കൂട്ടി 3 കോടി അതിനായിട്ടുണ്ട്. എന്റെ സാറേ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 6.5 കോടി ആയിട്ടുള്ളൂ. ബാക്കി 1/2 കോടി കൂടെ കാണണം. അരക്കോടി 1/2 കോടി 1/2 കോടി 1/2 കോടി കണക്കാൻ ഒപ്പിച്ചു തന്നാ പോരെ. ഈ വണ്ടി മൂടാനുള്ള തുണി ജർമ്മനിയിൽ നിന്ന് വരുത്തിച്ചതിന് 1/2 കോടി 1500 രൂപ. 1500 രൂപ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടതാ. 7 കോടിയുടെ വണ്ടി എന്തിനാണ് മൂടിയിട്ടിരിക്കുന്നത്? 7 കോടി വണ്ടി വെയിലും മഴയും കൊള്ളിച്ച് റോട്ടിൽ കൂടെ ഓടിക്കാനായിട്ട് വല്ല ഭ്രാന്തുണ്ടാ? അത് തന്നെയല്ല, ഇവരെ പോലുള്ള ഡ്രൈവർമാരല്ലേ ഇത് ഓടിക്കണത്. ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും ചെന്ന് തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടമല്ലേ? അങ്ങനെ സർക്കാരിന് നഷ്ടം വന്ന ഒരു പരിപാടി ഞാൻ നടത്തൂല. ആ പരാതി അങ്ങോട്ട് മാറിയില്ല.